നമസ്കാരം. എപ്പോഴെങ്കിലും ഒരു ടാരോ കാർഡ് റീഡറെ കണ്ട് ഒരു റീഡിംഗ് എടുത്താലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണയായി 6 കാര്യങ്ങൾ വരുമ്പോഴാണ് ടാരോ കാർഡ് റീഡറെ നമ്മൾ കാണേണ്ടതും ഉപദേശം തേടേണ്ടതും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈ കൊച്ചു ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ വീഡിയോ കാണുന്നതിനും. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ കുറച്ച് കാലങ്ങളായി ടാരോ പഠിപ്പിക്കുന്നു. ടാരോയിലൂടെ കേരളത്തിലെ വനിതകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ 6 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, സാധാരണയായി ജീവിതം സ്തംഭിച്ചു എന്ന് തോന്നുമ്പോഴാണ് ഒരു ടാരോ കാർഡ് റീഡറെ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ജീവിതം സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്ന്. ഉദാഹരണത്തിന് ചില ബന്ധങ്ങൾ, അതായത് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ എന്ന് നമുക്ക് പറയാം. ബന്ധങ്ങൾ എന്ത് വേണമെങ്കിലാവാം. ഉദാഹരണത്തിന് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ളതോ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ മകൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളോ, അല്ലെങ്കിൽ മകളുടെ ഒരു പ്രേമമോ, എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളായി വരാം. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു പുരോഗതിയുമില്ലാതെ നമ്മളാകെ നിസ്സഹായമായി നിൽക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അതായത് എപ്പോഴും നമ്മളൊരു ടാരോ കാർഡ് റീഡറെ കാണേണ്ടത് അടുത്ത ആക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടിയിട്ടല്ല. കാരണം പ്രെഡിക്റ്റീവ് ടാരോ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് അത്ര ശരിയല്ല. എപ്പോഴും ആക്ഷൻ, അതായത് അടുത്ത പ്രവൃത്തി, നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ടാരോ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ എടുത്തു പറയുന്നു. അതായത് ടാരോ ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ അവിടേക്ക് എത്തണമെന്നില്ല. അതിന് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം എന്നതാണ് നമ്മൾ ടാരോയിൽ ചോദിക്കേണ്ടത്. രണ്ടാമതായി, പൊതുവേ നമ്മൾ ചില വിരസമായിട്ടുള്ള ജോലികൾ പെട്ടുപോയി, അതായത് മൊണോട്ടോണസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹകരണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ആരും കാണുന്നില്ല, നമുക്കതിനുള്ള വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ഭീതി എന്ന വാക്കാണ് ഉദ്ദേശിച്ചത്, രണ്ടും കൂടി വന്നപ്പോൾ പെട്ടിപ്പോയതാണ്. പേടി, അതായത് നമുക്കൊരു വളർച്ചയില്ല എന്ന് തോന്നുമ്പോൾ, നമുക്കിങ്ങനെ കുറേ കാലങ്ങളായി ജോലി ചെയ്യുന്നു, അപ്പോൾ നമുക്ക് തോന്നുകയാണ്, സർക്കാർ ജോലി അല്ല ഉദ്ദേശിച്ചത് കേട്ടോ, സാധാരണ ബാക്കിയുള്ള പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണെങ്കിലും നമുക്ക് തോന്നുകയാണ്, ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടാരോ കാർഡ് റീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബ്ലോക്കേജ് എന്താണ്, നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്, നമ്മൾ എന്ത് ചെയ്താൽ അടുത്തതിലെത്താം എന്ന് പറഞ്ഞുതരാൻ പറ്റും. പിന്നെ അതിനേക്കാട്ടിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് തീരെ അർത്ഥമില്ലായ്മ തോന്നും. അതായത് എന്താണ് ഈ ജീവിതം, തികച്ചും വിരസമായി, നമ്മളിങ്ങനെ കുറേ പണിയെടുക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ മതിക്കുന്നു പോലുമില്ല. അവരവരുടെ ലോകത്തിരിക്കുന്നു. നമ്മളൊരു എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു ആണാണെന്നെങ്കിൽ ഒരു പണം ഉണ്ടാക്കുന്ന ഉപകരണമായി മാറുന്നു. എപ്പോഴും കളിയാക്കി പറയാറുണ്ട്, ഫാദർ ഈസ് എൻ ATM പ്രൊവൈഡഡ് ബൈ നേച്ചർ എന്ന്. അതായത് പ്രകൃതി തന്ന ATM ആണ് ഫാദർ എന്ന് കളിയാക്കി പറയുന്നതാണ്. ഇനി അമ്മയാണെങ്കിലോ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുക, ബാക്കി തുണി അലക്കുക. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാത്ത, ഇഗ്നോറൻ്റായി നമ്മൾ എന്താണ് നമ്മുടെ ഒരു പേർപ്പസ്. കാരണം ഒരു കാലത്ത് വളർന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ബ്ലോക്കേജ്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാനായിട്ട് എപ്പോഴും എന്താ പറയുക, ഒരു ടാരോ കാർഡ് റീഡറെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ 2 കാറ് നമ്മൾ വാങ്ങണം തീരുമാനിച്ചു, ഏത് കാറ് വാങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു ഇൻസൈറ്റ്, കാറ് വാങ്ങുന്ന കേസിലൊക്കെ നല്ല റിവ്യൂ നോക്കുന്നതാണ് നല്ലത്. പക്ഷേ ചില ഘട്ടത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, കുറേ സമയമെടുക്കും. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലമുണ്ട്, സ്ഥലം വിൽക്കണം നമ്മൾ വിചാരിച്ചു, സ്ഥലം നടക്കുന്നില്ല. അപ്പോൾ സ്ഥലം വിറ്റ് പോകുമോ എന്നല്ല, സ്ഥലം വിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ടാരോ കാർഡ് റീഡറോട് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർ കാർഡ് നോക്കിയിട്ട് പറയും, അവിടെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വയ്ക്കൂ, അർജൻറ്റ് സെയിൽ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പടമ്പ് നമ്മൾ വൃത്തിയാക്കിയിട്ട് അതൊരു എന്താ പറയുക, ഒന്നുകൂടി ഒരു അട്രാക്റ്റീവ് ആക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വില കുറയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറേ ആളുകളോട് പറയുക, കുറേ പരസ്യം ചെയ്യുക. അതായത് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. നമ്മളൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നമ്മളൊരു ടാരോ കാർഡ് റീഡർ കാണുന്നത് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. പൊതുവേ ടാരോ കാർഡിലേക്ക് ആളുകൾ വരുന്നത് ഈ ആത്മീയത തേടുമ്പോഴാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു പ്രായം, നമ്മൾ ഈ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പറയും, അതൊരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ഒരു 40 മുതൽ 50 വരെയുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 2 ഡയറക്ഷനിലേക്ക് പോകാനുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ,
അതുവരെ ഇല്ലാത്ത ആർജവത്തോടു കൂടി പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കും. ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തും. അല്ലാത്ത പകുതിയിലധികം പേര് അതേ റുട്ടീനുമായി മുന്നോട്ട് പോയി എന്താ പറയുക വിരസമായി, പിന്നെ റിട്ടയർമെൻറ്റ്, അങ്ങനത്തെ ഒരു ലൈഫിലേക്കും പോകും. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആത്മീയമായിട്ട് ഇത് വരുന്നത്. എന്താണ് ഈ ലോകത്ത് എൻ്റെ പേർപ്പസ്? ഇത് അറിയാനായിട്ട് നമുക്ക് ടാരോ നല്ലൊരു ഉപകരണമാണ്. അതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഗോൾ സെറ്റിംഗ്. എപ്പോഴും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഈ വേൾഡുകളെല്ലാം കൂടി വരുന്നൊരു സംഭവമാണ് ടാരോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് പോയി കണ്ടതുകൊണ്ട് നമുക്കൊന്നും ആകില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടണം. ഇപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമുക്കറിയാമല്ലോ 3 മുതൽ 5 വർഷം വരെയുള്ള ഒരു ദീർഘമായിട്ടുള്ള പ്രയത്നം വേണം. ദിവസവും നമ്മൾ പെർട്ടിക്കുലർ അവേഴ്സ് പഠിക്കണം, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് നമ്മുടെ ബ്ലോക്കേജ്? അതായത് എപ്പോഴും നമുക്കൊരു പൂർണ്ണമായിട്ട് ഇൻസൈറ്റ് നൽകാനാണ് ഈ ടാരോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു ഇത് പറയുന്നത് സർഗാത്മകത എന്ന് പറയുന്നൊരു സംഭവമാണ്, അതായത് ക്രിയേറ്റിവിറ്റി. പിന്നെ ഏറ്റവും അവസാനത്തേതെന്ന് പറയുന്നത് നമ്മുടെ അവബോധം, ഇൻറ്റ്യൂഷൻ. ഈ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും. ഉദാഹരണത്തിന് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ഇനി ഒരു ലോൺ എടുക്കാൻ ഒരു ബാങ്കിൽ പോകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ബാങ്ക് വേണ്ട, ഈ ബ്രാഞ്ച് വേണ്ട, അങ്ങനെ തോന്നലുണ്ട്. ഇനി പണ്ട പണയം വെക്കാനാണെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നത് അതിനാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടാരോ ഡെക്ക് എടുത്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അതായത് ടാരോ ഒരു കാർഡ് റീഡറെ കാണേണ്ടത് 6 സമയത്താണ്. 1 നമ്മുടെ ജീവിതം സ്തംഭിച്ച് നിൽക്കുമ്പോൾ, 2 നമുക്ക് ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാകുമ്പോൾ, 3 നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നേടുമ്പോൾ, 4 നമ്മൾ ഗോൾ സെറ്റിംഗ്, ലക്ഷ്യരൂപീകരണത്തിന്, 5 നമുക്കൊരു ക്രിയേറ്റിവിറ്റിക്ക്, 6 നമ്മൾ ഇൻറ്റ്യൂഷൻ, അവബോധം വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ഇത് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ടാരോ കാർഡ് റീഡറെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം, പിന്നെ അവരോട് ഇത് ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ എപ്പോൾ ടാരോ കാർഡ് റീഡറെ കാണാൻ പാടില്ല എന്നതുമായിട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. നന്ദി, നമസ്കാരം.